തമിഴക വെട്രിക്കഴകം പുറത്തിറക്കിയ വെട്രി തമിഴകം വിഷൻ രേഖയിൽ ഉൾപ്പെടുത്തിയ നദീ സംയോജന നിർദ്ദേശങ്ങൾ കേരളത്തിലും ശ്രദ്ധ നേടുകയാണ്. ദക്ഷിണേന്ത്യൻ നദികളെ പരസ്പരം ബന്ധിപ്പിച്ച് തമിഴ്നാട്ടിലെ ജലക്ഷാമത്തിന് ദീർഘകാല പരിഹാരം കണ്ടെത്തണമെന്നാണ് രേഖയുടെ പ്രധാന ലക്ഷ്യം. പാർട്ടി അവതരിപ്പിച്ച കാഴ്ചപ്പാടനുസരിച്ച് മഹാനദി, ഗോദാവരി, കൃഷ്ണ, പൊന്നാർ, പാലാർ, കാവേരി തുടങ്ങിയ നദികളെ ബന്ധിപ്പിക്കുന്ന ദേശീയ നദീ സംയോജന പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. വിജയ സർക്കാർ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാവിധ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന നിർദ്ദേശമാണ് പമ്പ, അച്ചൻകോവിലാർ നദികളിൽ നിന്നുള്ള അധിക ജലം തമിഴ്നാട്ടിലെ വൈപ്പാർ നദീതടങ്ങളിലേക്ക് തുരങ്കങ്ങളിലൂടെയും കനാലുകളിലൂടെയും എത്തിക്കുക എന്നുള്ളത്. ദേശീയ നദീ സംയോജന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രം നേരത്തെ മുന്നോട്ട് വച്ച നിർദ്ദേശം കൂടിയാണിത്. അതുതന്നെയാണ് ഇപ്പോൾ TVKയും പിന്തുണയ്ക്കുന്നത്. എന്നാൽ പദ്ധതിയെ കേരളം നേരത്തെ തന്നെ എതിർത്തിട്ടുണ്ട്. പമ്പയിലും അച്ചൻകോവിലാറിലും അധിക ജലം ഇല്ലെന്നാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. ഈ നദികളിൽ നിന്നും വെള്ളം തിരിച്ചുവിട്ടാൽ കുട്ടനാട് ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ പരിസ്ഥിതി പ്രശ്നങ്ങളും ഉപ്പുവെള്ള കയറ്റവും രൂക്ഷമാകുമെന്നാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ സമ്മതവും ആവശ്യമാണ്. അതിനാൽ കേരളത്തിന്റെ അനുമതിയില്ലാതെ പദ്ധതി നടപ്പിലാക്കാനാകില്ലെന്നാണ് നിലവിലെ നിയമപരമായിട്ടുള്ള സ്ഥിതി. അതേസമയം നേത്രാവതി, ഹേമാവതി നദീ സംയോജനവും തമിഴ്നാട്ടിലെ ദീർഘകാല ജലപദ്ധതികളിൽ ഉൾപ്പെടുന്ന ഒന്നുകൂടിയാണ്. കാവേരിയുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശങ്ങൾ ഭാവിയിൽ കേരളത്തെയും ബാധിക്കാവുന്ന വിഷയമായതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും രാഷ്ട്രീയവും പരിസ്ഥിതിപരവുമായ ചർച്ചകൾക്ക് വഴിവെക്കാനാണ് സാധ്യത. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.